അല്ലാഹു കൂടുതൽ നൽകുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഭാഷണം നടത്തുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, മാ തഖറബ ബി ഫീഹി ബിഖസ്ല, അതിൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ. നമ്മൾ റമളാനിൽ ഒരു സുന്നത്ത് നിസ്കരിക്കാൻ, അപ്പൊ റമളാനിൽ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, റമളാൻ അല്ലാത്ത സമയത്ത് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. ഇതേ ഒരു സുന്നത്ത് റമളാനിൽ നിസ്കരിച്ചാൽ ഈ സമയത്ത് സുബ്ഹി നിസ്കരിച്ച പ്രതിഫലമാണ് അള്ളാഹു നമ്മൾക്ക് നൽകുക. ഇപ്പൊ നമ്മൾ സുബ്ഹി നിസ്കരിക്കുന്നുണ്ട്, സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. ഈ ഇന്ന് നിസ്കരിച്ച സുന്നത്ത് നമ്മൾ റമളാനിൽ നിസ്കരിക്കുമ്പോ ഇന്ന് നിസ്കരിച്ച ഫർളിന്റെ പ്രതിഫലം അള്ളാഹു തരും. ഇന്ന് നിസ്കരിച്ച ഫർള് റമളാനിൽ നിസ്കരിക്കുമ്പോ 70 സുബ്ഹി നിസ്കരിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു തരും. ഇതാണ് റമളാൻ. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, റമളാൻ എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ മാസമാണ്. പക്ഷേ ഇന്ന് റമളാൻ യാചകരുടെ മാസമായി മാറിയിട്ടുണ്ട്. അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? നാട്ടിലൊക്കെ ഒന്ന് പോയാൽ കാണാം, റമളാനാകുമ്പോ കുറെ പച്ചത്തൊട്ടിട്ട ആളുകൾ, കുറെ ജുബ്ബിട്ട ആളുകൾ, കുറെ പർദ്ദിട്ട ആളുകൾ ഇങ്ങനെ നിരത്തിലൂടെ റോഡിലൂടെ ഇറങ്ങി നമ്മൾക്ക് നാണം തോന്നിപ്പിക്കുന്ന രീതിയിൽ യാചകന്മാര് വർദ്ധിച്ചു പോയിരിക്കുകയാണ്. ഇതിന് പിന്നിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഷോ ഓഫിന് വേണ്ടി നൽകുന്ന സ്വതക്കകളാണ് ഇതിന് പിന്നിലുള്ള കാരണമെന്ന്. സത്യത്തിൽ റിലീഫ് പ്രവർത്തനങ്ങൾ നടക്കുമ്പോ ഇന്നൊരു 50 പേരെ ഞാൻ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത റമളാനാകുമ്പോ ആ 50 പേരിൽ നിന്ന് കുറവുണ്ടായൊരു 40 പേരായി ചുരുങ്ങണം. അതിനടുത്ത റമളാനാകുമ്പോ 30 പേരായി ചുരുങ്ങണം. അതിന്റെ അടുത്ത റമളാനാകുമ്പോ 20 പേരാവണം, പിന്നെ 10 ആവണം. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞ് റമളാനാകുമ്പോ നമ്മുടെ നാട്ടിൽ റിലീഫ് പ്രവർത്തനം നടത്തേണ്ട ഒരാൾ പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങൾ വിജയിച്ചു എന്ന് നമ്മൾക്ക് പറയാൻ പറ്റുക. നമ്മൾ എന്താ ചെയ്യാ? ഈ റമളാനിൽ 50 പേർക്ക് കിറ്റ് കൊടുത്തു. കഴിഞ്ഞ റമളാനിൽ ഞങ്ങൾ 25 പേർക്കാണ് കൊടുത്തത്. ഇനി അടുത്ത റമളാനാകുമ്പോൾ 100 പേർക്ക് കൊടുക്കണം. സത്യത്തിൽ ഈ റിലീഫ് പ്രവർത്തനങ്ങൾ പരാജയമാണ്. ഈ റിലീഫ് പ്രവർത്തനങ്ങൾ കൊണ്ട് ദരിദ്രരെ വർദ്ധിപ്പിക്കുന്നു എന്നല്ലാതെ ഒരുപാട് ദരിദ്ര നാരായണന്മാരെ, ഒരുപാട് യാചകന്മാരെ നമ്മൾ കൊണ്ടുവരുന്നു എന്നല്ലാതെ സമുദായത്തിൽ ഒരു ഉപകാരവും ഈ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. ഒരു ഉപകാരം ഇതുകൊണ്ട് കിട്ടുന്നില്ല. കൊടുക്കേണ്ടതുപോലെ റിലീഫ് പ്രവർത്തനങ്ങൾ റമളാനിലും അല്ലാത്ത ദിവസങ്ങളിലും നമ്മൾ നടത്തിയാൽ അടുത്ത റമളാനാകുമ്പോ എന്തുണ്ടാകും? ഈ ചോദിച്ചു വാങ്ങുന്ന ആളുകൾ കുറയും. പക്ഷേ കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. യാചകന്മാരുടെ മാസമായി റമളാൻ മാറുകയാണ്. അള്ളാഹു കാക്കട്ടെ. വിഷമം തോന്നാൻ യാചിച്ച് ബോംബെയിൽ വലിയ 70 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് വാങ്ങിയ ആളുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. യാചന നടത്തി BMW അതേപോലെ ഓഡിയും ബെൻസൊക്കെ വാങ്ങിച്ച ആളുകളുണ്ട്. യാചന നടത്തിയിട്ട് ഇവർക്ക് യാചന ഒരു ശീലമായി മാറി.